ഒട്ടനവധി ആനിമേറ്റഡ് ആയിട്ടുള്ള മൂവീസും സീരീസും എല്ലാ വർഷവും എന്ന പോലെ തന്നെ 2024 പുറത്തിറങ്ങിയെങ്കിലും അതിൽ ഏറ്റവും മികച്ചത് എന്നെനിക്ക് തോന്നിയ 8 സിനിമകളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത്. 8. വാച്ച്മാൻ ചാപ്റ്റർ 1. 2024 ബ്രണ്ടൻ വിയേറ്റി സംവിധാനം ചെയ്ത് DC ആരാധകർക്ക് ലഭിച്ച ഒരു ഗംഭീര ആനിമേറ്റഡ് ഫിലിം. 1986 അലൻ മൂറിന്റെയും ഡേവ് ഗിബൻസിന്റെയും കോമിക് ബുക്സിനെ ആസ്പദമാക്കി 2 പാർട്ടായി ചെയ്തിരിക്കുന്ന അഡാപ്റ്റേഷനിൽ ആദ്യ ഭാഗം. പരമ്പരാഗതമായി കണ്ടുവരുന്ന സൂപ്പർ ഹീറോസിനെ അടിമുടി പുതുക്കി പണിത് പരിമിതികളും പോരായ്മകളുമുള്ളവരായി ചിത്രീകരിക്കുന്ന ഈ സിനിമയിൽ ഒരു പറ്റം നല്ല കഥാപാത്രങ്ങളെയും വ്യത്യസ്തവും സസ്പെൻസും നിറഞ്ഞൊരു കഥയെയും കാണാൻ കഴിയും. 7. അൾട്രാമൻ റൈസിംഗ്. 90കളിൽ തരംഗമായിരുന്ന ഒരു TV ഷോയുടെ മോഡേൺ അഡാപ്റ്റേഷൻ. ഷാനൻ ടിൻഡൽ സംവിധാനം ചെയ്തിരിക്കുന്ന ഈ സിനിമ അൾട്രാമാന്റെ പവേഴ്സ് തന്റെ അച്ഛനിൽ നിന്നും ഇൻഹെറിറ്റ് ചെയ്ത ബേസ്ബോൾ സ്റ്റാർ കെൻ സത്തോയെക്കുറിച്ചാണ് പറഞ്ഞു വെക്കുന്നത്. വളരെ വൈബ്രന്റായ CG ആനിമേഷൻസും മനസ്സിൽ തങ്ങി നിൽക്കുന്ന നല്ലൊരു കഥയും ഗംഭീര ആക്ഷൻ രംഗങ്ങളുമുള്ള ഈ സിനിമ ഒറിജിനൽ അൾട്രാമൻ ഷോയിനോടും അത് കണ്ടു വളർന്ന ഒരു തലമുറയോടും 100% നീതി പുലർത്തി എന്ന് തന്നെ പറയാൻ കഴിയും. 6. ലുക്ക് ബാക്ക്. താത്സുക്കി ഫുജിമോരോയുടെ വൺ ഷോട്ട് മാംഗയെ ആസ്പദമാക്കി പുറത്തുവന്ന ഒരു ഹൃദയസ്പർശിയായ സിനിമ. അതിമനോഹരമായ വിഷ്വൽസും നല്ലൊരു കഥയും ഒരുമിക്കുന്ന ഈ സിനിമ മാംഗ ആർട്ടിസ്റ്റുകളാകാൻ കൊതിക്കുന്ന 2 സുഹൃത്തുക്കളെ കുറിച്ചാണ് പറഞ്ഞു വെക്കുന്നത്. മനുഷ്യനിലെ സ്വപ്നങ്ങളും നഷ്ടബോധവും മറ്റു വികാരങ്ങളുമൊക്കെ വളരെ റിയലിസ്റ്റിക്കായി ഈ 2 കഥാപാത്രങ്ങൾക്കിടയിൽ ചിത്രീകരിക്കാനും അത് അതിന്റെ പരിപൂർണതയിൽ മനോഹരമായ ബാക്ക്ഗ്രൗണ്ട് സംഗീതത്തിന് അകമ്പടിയോടുകൂടെ കാഴ്ചക്കാരിൽ എത്തിക്കാനും കഴിഞ്ഞെടുത്താണ് ഈ സിനിമ വിജയിക്കുന്നത്. 5. ട്രാൻസ്ഫോമേഴ്സ് 1. ട്രാൻസ്ഫോമേഴ്സ് സിനിമകൾ കണ്ടുവളർന്ന സിനിമാ പ്രേമികൾക്ക് ഡയറക്ടർ ജോഷ് കൂലി ഒരുക്കിയ ബോൾഡ് ആൻഡ് റീഫ്രഷിംഗ് മൂവി. അതുവരെ ആരും പറഞ്ഞു വെക്കാത്ത ഒപ്റ്റിമസ് പ്രൈമിന്റെയും മെഗട്രോണിന്റെയും ഉത്ഭവകഥ. ടിപ്പിക്കലായി കണ്ടുവന്ന ട്രാൻസ്ഫോമേഴ്സ് സിനിമകളിൽ നിന്നും വ്യത്യസ്തമായി കഥാപാത്രങ്ങളെ കേന്ദ്രീകരിച്ച് സിനിമാറ്റിക് യൂണിവേഴ്സിലെ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ഐക്കോണിക് ആയിട്ടുള്ള റൈവലറിയുടെ തുടക്കം തുറന്നു കാണിക്കാനും ഈ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. വളരെ വൈബ്രന്റും ഡീറ്റെയിൽഡുമായിട്ടുള്ള ആനിമേഷൻസിലൂടെ സൈബർട്രോണിന് ലൈവ് ആക്ഷൻ സിനിമകൾക്ക് ഒരിക്കലും കൊടുക്കാൻ കഴിയാതിരുന്ന ജീവൻ നൽകാൻ കഴിഞ്ഞ ഈ സിനിമ ട്രാൻസ്ഫോമേഴ്സ് ഫ്രാഞ്ചൈസിലെ മികച്ചൊരു സിനിമയാണെന്ന് നിസ്സംശയം പറയാൻ കഴിയും. 4. ഇൻസൈഡ് ഔട്ട് 2. 2015 പുറത്തിറങ്ങിയ ആദ്യ ഭാഗത്തോട് 100% അല്ലെങ്കിൽ അതിലുമധികം നീതി പുലർത്തിയ ഇൻഡസ്ട്രി ഹിറ്റ്. ആദ്യ ഭാഗത്തിലെ കേന്ദ്ര കഥാപാത്രമായിരുന്ന റൈലിയോടൊപ്പം വളരുന്ന ഈ സിനിമ ബാല്യത്തിൽ നിന്നും കൗമാര കാലഘട്ടത്തിലേക്ക് കടക്കുന്ന ഓരോ കുട്ടികളും പറയാൻ ആഗ്രഹിക്കുന്ന അവരുടെ മാതാപിതാക്കൾ അറിഞ്ഞിരുന്നെങ്കിൽ എന്ന് കൊതിച്ച കഥയാണ് പറഞ്ഞു വെക്കുന്നത്. ശക്തവും സങ്കീർണവുമായ വിഷയങ്ങളെ നർമ്മത്തിൽ ചാലിച്ച് മനോഹരമായ ആനിമേഷൻസിലൂടെ കാണികളിലേക്ക് എത്തിക്കാനും ഈ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. 3. വൈൽഡ് റോബോട്ട്. 2024 അവസാനത്തിലേക്ക് കടന്നപ്പോൾ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടൊരു സിനിമ. പീറ്റർ ബ്രൗൺ രചിച്ച വൈൽഡ് റോബോട്ട് എന്ന പേര് തന്നെയുള്ള പുസ്തകത്തിന്റെ അഡാപ്റ്റേഷനായി വന്ന ഹൃദയസ്പർശിയായ സിനിമ അതായിരുന്നു വൈൽഡ് റോബോട്ട്. ഒരു അപകടത്തിൽപ്പെട്ട് ഒരു ദ്വീപിൽ ഒറ്റപ്പെട്ടു പോകുന്ന റോസ് എന്ന റോബോട്ടാണ് ഈ സിനിമയിലെ കേന്ദ്ര കഥാപാത്രം. ഒരു യന്ത്രമായിരുന്നിട്ട് കൂടി താൻ എത്തിപ്പെട്ടിരിക്കുന്ന ആവാസ വ്യവസ്ഥയ്ക്ക് അനുയോജ്യമായി പഠിച്ചും പരാജയപ്പെട്ടും റോസ് എന്ന കഥാപാത്രത്തിന്റെ വളർച്ചയും അതിജീവനവും ഏതൊരു സിനിമാ പ്രേമിയുടെയും മനസ്സ് നിറയ്ക്കുന്നതാണ്. ഒരു യൂണിവേഴ്സലായ ഒരു തീം മനസ്സിൽ തട്ടുന്ന വിധം ഗംഭീരമായ ആനിമേഷൻസിന്റെ കൂടെ പറഞ്ഞു വെക്കാൻ കഴിഞ്ഞ വൈൽഡ് റോബോട്ട് ഒരു മസ്റ്റ് വാച്ച് തന്നെയാണ്. 2. ഫ്ലോ. ഒരൊറ്റ സംഭാഷണം പോലുമില്ലാതെ ഒരു കഥ പറഞ്ഞു വെക്കാൻ കഴിയുമോ? മുഖഭാവങ്ങൾ കൊണ്ടും ശരീരം കൊണ്ടും അഭിനയ പാടവങ്ങൾ നിരത്താൻ പേരിന് പോലും ഒരു മനുഷ്യനില്ലാതെ അത്തരത്തിലൊരു സിനിമ ചെയ്യാൻ ആരെങ്കിലും തുനിയുമോ? തുനിയും. ജിൻസ് സിബ്ലോറിസ് എന്ന സംവിധായകൻ ഫ്ലോ എന്ന സിനിമയിലൂടെ തിരുത്തി എഴുതിയത് പലരുടെയും ധാരണകളെയാണ്. ലൈവ് ആക്ഷൻ സിനിമകൾക്കും സീരീസുകൾക്കുമുള്ള പരിമിതികൾ ഒരു ആനിമേറ്റഡ് പ്രൊജക്ടിന് ഒരിക്കലും നേരിടേണ്ടി വരില്ല എന്ന് വീണ്ടും തെളിയിച്ച ഒരു ആബ്സല്യൂട്ട്ലി സ്റ്റണ്ണിംഗ് വിഷ്വൽ ട്രീറ്റ്. ഒരു പൂച്ചയുടെ സാഹസികമായ യാത്രയാണ് ഫ്ലോ എന്ന സിനിമ കാണിച്ചു തരുന്നത്. ലളിതമെന്ന് തോന്നിക്കുന്ന ഈ കഥയിൽ അതിജീവനവും സൗഹൃദ ബന്ധവും നഷ്ടപ്പെടലിന്റെ വേദനയും നിശ്ചയദാർഢ്യവുമൊക്കെ മനോഹരമായി തന്നെ കാണിച്ചു തരുന്നുണ്ട്. കഥാപാത്രങ്ങൾ കടന്നുപോകുന്ന വൈകാരികമായ നിമിഷങ്ങളെ കാണികളുടെ ഹൃദയങ്ങളിലേക്ക് ആഴത്തിലടിച്ചേൽപ്പിക്കാൻ കെൽപ്പുള്ള ഒരു ഒറിജിനൽ സ്കോറും അതിന് കൂട്ടുന്നവോണം മനസ്സ് നിറയ്ക്കുന്ന ഒരു ആർട്ട് സ്റ്റൈലും ഈ സിനിമയെ ഒരു തെറാപ്യൂട്ടിക് ജേണിയാക്കി മാറ്റുന്നുണ്ട്. ആൻഡ് ഫൈനലി നമ്പർ 1, മെമ്മോർ ഓഫ് എ സ്നെയിൽ. 2024 ഏറ്റവും മികച്ച ആനിമേറ്റഡ് മൂവി എന്ന് എനിക്ക് തോന്നിയ സിനിമ.
അത് ആഡം എലിയറ്റ് സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ സ്റ്റോപ്പ് മോഷൻ ആനിമേറ്റഡ് സിനിമയായ മെമ്മോർ ഓഫ് എ സ്നെയിലാണ്. ആനിമേറ്റഡ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ കരുതുന്ന ഒരു ടിപ്പിക്കൽ സ്റ്റൈലിൽ നിന്നും വ്യത്യസ്തമായ ക്ലയോഗ്രാഫി സ്റ്റൈൽ ഉപയോഗിച്ചിരിക്കുന്ന ഈ സിനിമ അരോചകമെന്ന് കരുതി കാണാതിരുന്നാൽ യു വിൽ ബി മിസ്സിംഗ് വൺ ഓഫ് ദ ബെസ്റ്റ് മൂവി ഓഫ് 2024. ഒറ്റപ്പെടലും വേദനയുമൊക്കെ ആഴത്തിൽ തൊട്ടറിഞ്ഞ് ശക്തമായൊരു ഇമോഷണൽ ഡെപ്ത് നൽകാൻ കഴിയുന്ന ഈ സിനിമയിൽ ഡാർക്ക് ഹ്യൂമറിനും യാതൊരു പഞ്ഞവുമില്ല. ഓർത്തിരിക്കാൻ തക്കവണ്ണം ഒരുപാട് അറിവും നന്മയും പറഞ്ഞു വെക്കുന്ന മെമ്മോർ ഓഫ് എ സ്നെയിൽ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ ലിസ്റ്റിൽ ഇടം പിടിക്കേണ്ട മറ്റേതെങ്കിലും സിനിമകളുണ്ടോ? അല്ലെങ്കിൽ ആ ഒന്നാം സ്ഥാനം അർഹിച്ച മറ്റൊരു സിനിമ? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്.